ഇതിനെന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കാം. എനിക്കറിയാം ഇതൊക്കെ ഇപ്പോഴല്ല പറയേണ്ടത്. ഞങ്ങളുടെ ഫസ്റ്റ് BL തേക്കുക്ക് FF ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. കൊതിച്ചവൻ്റെ രണ്ട് മുണ്ട് പൊക്കി നോക്കിയപ്പോൾ കണ്ടല്ലോ രണ്ടുണ്ട. ഇയാളിതെവിടെ പോയി ഫോൺ അടിക്കുന്ന കേൾക്കത്തില്ലേ? അതെങ്ങനെയാ, നീരാട്ടല്ലേ? ഫോൺ വിളിച്ചാൽ വല്ലതും കേൾക്കുവോ? ഹലോ, ആരാ? താൻ എവിടെ പോയി കിടക്കുക? തൻ്റെ മറ്റവളെ വിളിക്കുമായിരുന്നു. കുളിക്കുവാ? എനിക്ക് എപ്പോഴും ഉള്ളത് ഈ ഒച്ച മാറ്റി സംസാരിച്ച് എന്നെ പറ്റിക്കുന്ന സ്വഭാവം. അതല്ല, കുളിക്കുവച്ചാ. കുളിക്കുവാണോ? എന്നാൽ വേഗം വീഡിയോ കോൾ വാ. അഗസ്തിച്ചായൻ കുളിക്കുവാന്ന് പറഞ്ഞ ഇത് ഞാനോ കുക്കി? തേമ ഇത് ശരിക്കും ഉള്ള കുക്കി തന്നെയായിരുന്നു. കർത്താവ് എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എന്തിനാണോ കൊച്ചു ചേർക്കാൻ എൻ്റെ ഫോൺ എടുത്തത്? ആരോട് ചോദിച്ചിട്ടാ? എന്തിനാ? അങ്ങനെ എടുത്തോണ്ട് ചില കാര്യങ്ങൾ അറിയാൻ പറ്റി. എന്തറിഞ്ഞെന്ന്? എന്ത് കാര്യം? ഒന്ന് പോയടാ ഇറക്കാൻ നീ. എനിക്ക് പോവാനറിയാം, താൻ കൂടുതൽ പഠിപ്പിക്കണ്ട. സത്യം പറയടോ, താൻ ഈ ഷോർട്ടി ബേബീന്ന് സേവ് ചെയ്തേക്കുന്ന ആരാ? അത് പിന്നെ അത് ഫ്രണ്ടാ. എൻ്റെ പൊന്നിച്ചായോ, താൻ അപ്പനോട് കള്ളം പറയുന്ന പോലെയല്ല ഈ തൈപ്പറമ്പി മെൽവിനോട് പറയുന്നത്. സത്യം പറഞ്ഞോ, ആരാടോ അത്? ഞാൻ ഇപ്പം മാർക്കോയിച്ചായനെ വിളിക്കും. മാർക്കോയിച്ചായോ! എൻ്റെ പൊന്നു കുക്കിമോനല്ലേ, സീനാക്കല്ലേ. അവൻ ചെറുതായിട്ട് എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് വരും. അത്രേ ഉള്ളോ? ബോയ് ഫ്രണ്ടോ? എടാ പട്ടി, തനിക്കും ഉണ്ടല്ലേ ലൈൻ? എന്നിട്ടാണോ താൻ എപ്പോഴും എന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ? അതിന് നിന്നെ പോലെയാണോ ഞാൻ? എനിക്ക് 5-6 എനിക്ക് എൻ്റെ കോഴിക്കുഞ്ഞ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞോ, ആരാത്? നല്ല പരിചയമുള്ള വോയിസാ. എനിക്കറിയാവുന്ന ആരോ ആണെന്ന് എനിക്ക് ഉറപ്പാ. അത് നിന്റെ പ്രൊഫസർ. എടാ പാവി, എൻ്റെ പ്രൊഫസറോ? അത് ഇടയ്ക്ക് നിന്റെ PTA മീറ്റിങ്ങിന് വന്ന് സെറ്റാക്കിയതാ. കുറേ കഷ്ടപ്പെട്ട് സെറ്റാക്കിയതാ. എൻ്റെ കഞ്ഞിയിലെ പാറ്റയാവല്ലോ നീ. ഞാൻ ആരുടെ കഞ്ഞിയിലും പാറ്റയൊന്നും ആവുന്നില്ല. എന്നാലും തനിക്കെങ്ങനെയാ പ്രൊഫസർ സെറ്റായേ? ഇനി അയാൾക്ക് വല്ല കണ്ണിന് കുഴപ്പമുണ്ടോ? മതിയടാ കുക്കി ഊക്കിയത്. എൻ്റെ ഈ ബോഡി, എൻ്റെ ഈ ലുക്ക്, എൻ്റെ ഈ ബുദ്ധി ആരാടാ വീരാത്ത? ബുദ്ധി മാത്രം നീ പറയല്ലേ, വേറെ എന്തും ഞാൻ സഹിക്കാം. എനിക്ക് തോന്നുന്നത് നീ വല്ല കൂടോത്രം ചെയ്തതായിരിക്കും, അല്ലാണ്ട് അയാൾ വീരുവേല. പോയടാ കുക്കി, ഒന്ന് പോയേ. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഞാൻ പൊക്കോളാം, പക്ഷെ തന്നെ ഇങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. എനിക്കൊരു ഉപകാരം ചെയ്യണം, അല്ല ഞാനിപ്പോൾ മാർക്കയിച്ചായനെ വിളിക്കും. തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന കാര്യം ഞാൻ എല്ലാവരുടെ അടുത്തും പറയും. കുക്കി മോനെ, അങ്ങനത്തെ കടുത്ത തീരുമാനമൊന്നും നീ എടുക്കല്ലേ. എന്താന്ന് നീ പറ, ഈ ചാൻ ചെയ്തു തരാം. അത് പിന്നെ മാർക്കയിച്ചായൻ്റെ പുത്തൻ അസിസ്റ്റൻ്റ് ഇല്ലേ, അതിൻ്റെ നമ്പർ ഒന്ന് ഒപ്പിച്ചു തരാമോ? അവൻ്റെ നമ്പർ എന്തിനാ നിനക്ക്? എടാ, നിൻ്റെ ഈ കോഴിത്തറ ഇറക്കാനാണെങ്കിൽ അതവിടെ ചിലവാകത്തില്ല. അവൻ നിന്നെ കത്തിക്കത്തേ ഉള്ളൂ. പിന്നെ ഞാനും ഇടപെടത്തില്ല. പിന്നെ രാവിലെ മാർക്കോ പറഞ്ഞത് കേട്ടതല്ലേ, അവനും ഇടപെടാൻ വരത്തില്ല. ഇച്ചിരി കൂടിയ ഇനമാവൻ. ഇച്ചിരിയല്ല, ഒത്തിരി. അതെനിക്കറിയാം, അതാണ് എനിക്ക് അവനെ ഇഷ്ടപ്പെടാൻ കാരണം. പക്ഷേ ഇത് കോഴിത്തരമൊന്നുമല്ല, എനിക്കവനെ മതി. ആണേ, നിനക്ക് കൊള്ളാം. അല്ലെ ഈ തൈപ്പറമ്പിൽ വെള്ളം ഒപ്പിച്ച് നിന്നെ കയറ്റേണ്ടത് ഞാൻ കാണേണ്ടി വരും. ഒന്ന് പോടോ, പേടിപ്പിക്കാതെ. ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ. എന്നാ നമ്പർ കിട്ടിയില്ലേ? എന്നാ ചെല്ല്. എന്നെ പറഞ്ഞു വിടാൻ എന്താ ഇളക്കം? ഞാൻ താൻ കുളിക്കുവാന്ന് പറഞ്ഞപ്പോൾ വീഡിയോ കോൾ വരാൻ പറഞ്ഞായിരുന്നു. നടക്കട്ടെ. എൻ്റെ പൊന്നേടാ, കാല് പിടിക്കാം. ഒന്ന് പോടാൻ ഇറങ്ങി കളിയാക്കാതെ. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ സൗണ്ട് മാറ്റി സംസാരിച്ച് പറ്റിക്കല്ലെന്ന്. ഇപ്പോൾ പൊക്കിയില്ലേ? എൻ്റെ പൊന്നു ബേബി, ഒന്ന് അടങ്ങ്. അത് ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നീ എന്തോ വീഡിയോ കോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ്. അതവൻ കേട്ടല്ലേ. തൻ്റെ വീഡിയോ കോൾ തനിക്കുള്ളത് ഞാൻ നാളെ തരാം കേട്ടോ. താൻ അങ്ങോട്ട് വാ. അയ്യോ വെക്കല്ലേ ബേബി. വെച്ച്. എൻ്റെ കർത്താവ്, എന്തിനാണോ ഈ മനമാക്രീനെ ഇങ്ങോട്ടിപ്പോൾ പറഞ്ഞു വിട്ടത്? എൻ്റെ കുടുംബം കലക്കാൻ. എൻ്റെ പൊന്നു, ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ടേ ബേബിനെ വിളിക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. ടേ ബേബി അവിടെ കരച്ചിലും ബഹളവും തുടങ്ങിക്കാണും. അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ്. ഇപ്പം അവൻ വീട് മറിച്ച് വെച്ച് കാണും. അത് ശരിയാ. ഞാൻ നാളെ അവനെ ചെന്ന് കൊണ്ടുവരാൻ പോവാ. അതിനപ്പം സമ്മതിക്കുമോ?
ഞാൻ കൊണ്ടുവരും, അത്ര തന്നെ. ബെസ്റ്റ്. നീ അച്ഛൻ കാണാതെ അവനെ കൊണ്ടുവന്നാൽ മതി. അമ്മയുടെ അടുത്ത് പറഞ്ഞോ, അല്ലെങ്കിൽ അവനെ വിടത്തില്ല. ആ വിടണ്ട, ഞാൻ കൊണ്ടുവന്നോളാം. എൻ്റെ പൊന്നടാവെ, അവിടെ വലിയ വഴക്ക് നടക്കും. നീ ഞാൻ പറഞ്ഞ ഐഡിയ മതി. നീ അവനെ ഇറക്കിക്കൊണ്ട് വാ, അച്ഛൻ അറിയണ്ട. പിന്നെ അവൻ്റെ ക്ലാസ്സൊക്കെ ഇവിടെയല്ലേ, 2 മാസം കഴിയുമ്പോൾ അച്ഛൻ ഒതുങ്ങിക്കോളൂ. അവനെ പഠിക്കാനല്ലേ വിട്ടേ, നോർത്തോളൂ. ഓ ശരി, അങ്ങനെയാണേ അങ്ങനെ പോരെ. എന്നാ ചെന്ന് കിടക്ക്, നാളെ കാലത്ത് പോകണ്ടേല്ലേ. ആ എന്നാ ശരി, ഗുഡ് നൈറ്റ്. ആടാ, ഗുഡ് നൈറ്റ്. ഹലോ. ഹലോ അബ്ബി, എന്നാടുക്കുവാ? ആര് ഹബി? ഹൂ ആർ യു? ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. ഇത് കുക്കിയാ? അതാ ഒലിപ്പിച്ച ഹലോ കേട്ടപ്പോൾ തന്നെ നീയാന്ന് എനിക്ക് മനസ്സിലായല്ലോ. കുക്കി? ഏത് കുക്കി? എടോ, തൻ്റെ സിയോയുടെ അനിയൻ. ഇന്ന് താൻ എന്നെ വീട്ടിലാക്കിയില്ലേ? ഓ ആ ബുദ്ധിയില്ലാത്ത ചെക്കനാ? ബുദ്ധിയില്ലാത്ത നിങ്ങളുടെ... ആ എൻ്റെ ബാക്കി പറ. അതൊന്നുമില്ല, അത് വിട്. നീ എന്തിനാ എന്നെ ഇപ്പം വിളിച്ചത്? എനിക്ക് നാളെ രാവിലെ പോകണ്ടയാ. പിന്നെ നീ എന്തിനാ ഈ ഹസ്ബൻഡ് എന്നൊക്കെ വിളിക്കുന്നത്? എനിക്കൊരു നെയിമുണ്ട്, കോൾ മീ അലക്സി. ഞാൻ വിളിക്കും അലസിച്ചായോ. അല്ല, നാളെ ഇച്ചായൻ എവിടെ പോവുക? അപ്പോൾ എന്നെ കൂട്ടാൻ വരത്തില്ലേ നാളെ? ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം നോട്ട് യുവർ ഡ്രൈവർ. ആൻഡ് നാളെ ഞാൻ എൻ്റെ അനിയനെ കൊണ്ടുവരാൻ പോവുക. സോ ഞാൻ നാളെ ലീവാണ്. ഇതെന്താ ജോലിക്ക് കയറി ഉടനെ ലീവോ? അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഓ, അപ്പോൾ ഞാൻ എൻ്റെ ഹബീനെ മിസ് ചെയ്യുവല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ വിളിക്കരുതെന്ന്. ഞാൻ കോള് കട്ട് ചെയ്യുക. വെക്കല്ലേ ഉമ്മ. ഓ വെച്ചോ, ഇയാൾക്കൊരു സ്നേഹവും ഇല്ല. എൻ്റെ പൊന്നുമോനെ, എനിക്കറിയാം നീ എങ്ങനെത്തവനാണ്. അതുപോലെ എൻ്റെ അടുത്ത് നടക്കില്ല. ഇച്ചായ. എന്താ ബേബി, നീ ഓക്കെ ആണോ? ബേബിക്ക് സങ്കടം അച്ഛനോട് പറയാത്തോണ്ട്. അയാളുടെ അടുത്ത് പറഞ്ഞാൽ അയാൾ നിന്നെ വിടത്തില്ല. അതും ശരി, എന്നാൽ നമുക്ക് പോകാം. എറുക്കിച്ചാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാമെന്ന് വെച്ച്. ഇപ്പം അങ്ങോട്ട് നമുക്ക് പോകാം. അവിടെ ഇച്ചായൻ പേപ്പർ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കി കാണും. എർക്കിച്ചായനോട് ബേബി മിണ്ടത്തില്ല. എൻ്റെ പൊന്നു ബേബി, എറുക്കിച്ചായന് ഭയങ്കര തിരക്കുണ്ട്. മിണ്ടോ മിണ്ടാതിരിക്കുമോ അത് നിൻ്റെ ഇഷ്ടമാണ്. അല്ലേലും അയാൾക്ക് ഇച്ചിരി ചുറ്റിക്കളി കൂടുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കണം. അതെനിക്കും തോന്നി. എന്ത് തിരക്കുണ്ടല്ലോ എന്നെ വിളിക്കുന്നയാ. ആ ഇറങ്ങി ബേബി, കോളേജ് എത്തി. ആ മതി. ബേബി എർക്കിച്ചായനോട് മിണ്ടത്തില്ല. എൻ്റെ പൊന്ന് ബേബി, ഇച്ചായൻ ഭയങ്കര ബിസി ആയിരുന്നു, അതാ. അല്ല, ഇച്ചായൻ എപ്പോഴും വിളിക്കുന്നതല്ലേ. എന്നാ ബിസി? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് ഓർത്തോ? സത്യം പറ, എന്നാ? ആ അതോ, എന്ത് ബിസി? അല്ല, നിങ്ങൾ വല്ലതും കഴിച്ചോ? കൂടുതൽ വിഷയമൊന്നും മാറ്റണ്ട, ഞങ്ങൾ തൂക്കിക്കോളാം. മതി എന്നെ വിസ്താരിച്ചത്. നമുക്ക് പോയി കഴിക്കാം. എടാ ദാ ഞാൻ പറഞ്ഞ എൻ്റെ ചെക്കൻ അതാ. ആ നല്ല കോമഡി. അതിന് നിങ്ങൾ രണ്ടുപേരും സെറ്റായോ? എൻ്റെ ആളോ? അതിന് നിങ്ങൾ ഫസ്റ്റ് സെറ്റാകട്ടെ. സെറ്റാവാതെ എവിടെ പോവാൻ? ഈ കുക്കിയുടെ കഴിവ് നിനക്കറിയാവുന്നതല്ലേ? എനിക്കറിയാം നീ ഒരു കഴിവേറിയാന്ന്. പിന്നല്ലാതെ. എടാ സൂബിനെ, രാവിലെ തന്നെ നീ എൻ്റെ ഇത് വാങ്ങും. ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ. നീ നിൻ്റെ ഈ കഴിവ് ഇറക്കി നിൻ്റെ ശരീരം ഇങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. ഒന്ന് പേടിപ്പിക്കാതെ പോയേടാ. അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരിക്കും അല്ലേ? ഞാൻ ഇപ്പോഴേ ഒരു പെട്ടി ഓർഡറാക്കി വെച്ചേക്കാം നിനക്ക്. മതി, നിന്റെ നെഗറ്റീവ് ഒന്ന് നിർത്താവോ? ഇപ്പം ഞാൻ എൻ്റെ ഇച്ചായനെ ഫോക്കസ് ചെയ്യട്ടെ. ഈ ഓടുന്ന സാധനം ഇതുപോലെ തന്നെ കണ്ടാൽ മതിയായിരുന്നു. ഹബ്ബിയേ, നിങ്ങൾ ഇന്നലെ തൊട്ട് ആലോചിച്ച് ഇപ്പം നിങ്ങളെ രണ്ടായാലോ കാണുന്നേ. ഹബ്ബിയോ? ഇത് ഒറിജിനലാണോ? ഒറിജിനൽ. ഇനി വല്ല പ്രേതമാണോ? അയ്യോ ഇച്ചായ, പ്രേതം. ആർ യു ഫൂൾ? ഹീസ് മൈ ട്വിൻ ബ്രദർ. നീ എന്താ ഈ കാണിക്കുന്നേ? ഒന്ന് താഴെ ഇറങ്ങാവോ നീ? അത് വേണോ? ഇവിടെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. നീ താഴെ ഇറങ്ങുന്നോ അതോ ഞാൻ? എൻ്റെ പൊന്നോ, ഞാൻ ഇറങ്ങി. ബൈ ദ വേ, നൈസ് ടു മീറ്റ് അളിയ. ഇതൊക്കെ നേരത്തെ പറയണ്ടേ ഹബ്ബി? ഹബ്ബിയോ? അതങ്ങനെയല്ല. അതങ്ങനെ തന്നെയാ. എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ എന്നെ ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കപ്പിൾസാ. നിന്നെ ഉണ്ടല്ലോ. എന്താടാ കുക്കി, കോഴിത്തര ഇവിടെ എത്തിയോ?
ഇത് കോഴിത്തരമൊന്നും അല്ല. എനിക്ക് അയാളെ കെട്ടണം. കെട്ടിച്ചു തരുമോ? നിങ്ങൾ രണ്ടളിയന്മാർക്കും സമ്മതമാണെങ്കിൽ ഞാനങ്ങ് കെട്ടിക്കോളാം. അല്ലെങ്കിലും ഇത്രയും ബുദ്ധിയും ഇത്രയും സൗന്ദര്യമുള്ള വേറെ ആളെ ഇയാൾക്ക് കിട്ടുമോ? എൻ്റെ പൊന്നേടാ, നീ വേണേ സൗന്ദര്യം പറഞ്ഞോ, നീ ബുദ്ധി പറയല്ലേ. അതിൻ്റെ വേടിൻ്റെ മീനിങ് നിനക്കറിയോ? ഓ ദാ സുബിനെ. ഏയ് ഒന്നുമില്ല, ഞാനൊന്നും പറഞ്ഞില്ല. കെട്ടിക്കുന്ന കാര്യം ആലോചിക്കാൻ കേട്ടോ കുക്കി. താങ്ക് യു അളിയ, ഈ ഉപകാരം ഒരിക്കലും ഈ കുക്കി മറക്കത്തില്ല. എടാ ടായ് ഇവിടെ ഇന്ന് ജോയിൻ ചെയ്ത്. അവനിവിടെ ഒന്നും അധികം പരിചയമില്ല. നീ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. അതിനെന്താ, എൻ്റെ അളിയനെ ഞാനല്ലാതെ ആരും നോക്കാൻ. ഒന്ന് നിർത്തുമോ നീ? എന്താ അബി, നിങ്ങൾ ഇന്നലെ കണ്ടതിലും ക്ഷീണിച്ചല്ലോ. പ്രോട്ടീൻ ഫുഡൊന്നും കഴിക്കുന്നില്ലേ? ഒറ്റ നൈറ്റ് കൊണ്ട് ക്ഷീണിക്കുമോ? എന്താ ഒറ്റ നൈറ്റ് കൊണ്ട് ക്ഷീണിച്ചൂടെ? ആ ശരിയാ ക്ഷീണിച്ച്. പ്രൊഫസറിനെ ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. കർത്താവേ, ഇവൻ ഇതിപ്പോൾ പറയുമോ? എടോ താൻ എൻ്റെ ഇച്ഛ. നിങ്ങളിപ്പോൾ വരാവേ. എൻ്റെ പൊന്നു കുക്കിമോനെ, ചതിക്കല്ല് നീ. എനിക്കെന്ത് ഉപകാരം? ഭാവിയിൽ താൻ എൻ്റെ അളിയനായി വരും, അതുകൊണ്ട് വിട്ടേക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. തൻ്റെ അനിയൻ അലക്സി ഇല്ലേ, അവനെ എനിക്ക് സെറ്റാക്കാനുള്ള വരി ഒഴുക്കണം, പിന്നെ കൂടെ നിൽക്കുകയും വേണം. അവനങ്ങനെ സെറ്റാകുന്ന ടൈപ്പൊന്നും അല്ല. അല്ലെങ്കിൽ ആക്കണമെന്നേ. ആ ശരി, ആക്കാം. എൻ്റെ പൊന്നുമോൻ സത്യമായിട്ടല്ലേ? അല്ലെ നിന്നെ അവൻ കൊല്ലും, അറിയാലോ. എൻ്റെ ബനാന മിൽക്കാണേ സത്യം. അപ്പം ശരിയായിരിക്കും. നീ എന്തായാലും അതേ തൊട്ട് കളിക്കാറില്ലല്ലോ. എന്നാ ബാ. ഈശ്വര, സ്വന്തം അനിയനെ സെറ്റാക്കി കൊടുക്കേണ്ട അവസ്ഥയായല്ലോ.